വെൽക്കം ടു മൂവി ബ്രാൻഡ്. സിനിമയിൽ എത്തിയില്ലെങ്കിലും നിരവധി ആരാധകരുടെ താരപുത്രിയാണ് മീനാക്ഷി ദിലീപ്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ അടുത്താണ് മീനാക്ഷി സജീവമാകുന്നത്. എന്നിരുന്നാലും ഇടയ്ക്കിടെ മാത്രമാണ് തന്റെ ചിത്രങ്ങളോ വിശേഷങ്ങളോ എല്ലാം തന്നെ പങ്കുവെക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട്. എപ്പോഴാണ് താരം സിനിമയിലേക്ക് വരുന്നതെന്നുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതിരുന്ന മീനാക്ഷി കുറച്ച് വർഷങ്ങളായതേ ഉള്ളൂ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് എടുത്തിട്ട്. വിശേഷ ദിവസങ്ങളിൽ തന്റെ കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം തന്നെ മീനാക്ഷി പങ്കുവയ്ക്കാറുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ഇപ്പോൾ പഠനത്തിലാണ് മീനാക്ഷി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അച്ഛന്റെ സിനിമയിലെ സീനുകൾ ഉൾപ്പെടുത്തി മുൻപ് ടിക്ടോക്ക് ഒക്കെ ചെയ്തിരുന്നു മീനാക്ഷി. മീനാക്ഷിയുടെ 24ാം ജന്മദിനമാണെന്ന്. മീനാക്ഷിയുടെ ജന്മദിനത്തിൽ കാവ്യ മാധവൻ പങ്കുവച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ കവർന്നത്. പ്രിയപ്പെട്ട മീനൂട്ടിക്ക് സന്തോഷകരമായ ജന്മദിനാശംസകൾ എന്നാണ് കാവ്യ കുറിച്ചത്. ഏതാനും കുടുംബചിത്രങ്ങളും കാവ്യ പങ്കിട്ടിട്ടുണ്ട്. എന്നാൽ കമന്റ് ബോക്സ് ഓഫ് ആയതിനാൽ തന്നെ കമന്റ് ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല. എന്നാൽ ഈ ചിത്രങ്ങൾ ദിലീപിന്റെയും കാവ്യയുടെയും മീനാക്ഷിയുടെയും എല്ലാം ഫാൻസ് പേജുകളിലൂടെ വൈറലായിട്ടുണ്ട്. ഇതിലെല്ലാം നിരവധി പേരാണ് തങ്ങളുടെ മീനൂട്ടിക്ക് ആശംസകളുമായി എത്തിയിരിക്കുന്നത്. അതേസമയം മഞ്ജു വാര്യർ ആശംസകളോ പോസ്റ്റുകളോ ഒന്നും തന്നെ പങ്കുവച്ചിട്ടില്ല. നിലവിൽ ചെന്നൈയിൽ MBBS പൂർത്തിയാക്കി മീനാക്ഷി ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുകയാണ്. അഭിനയത്തോടല്ല ഡോക്ടർ മീനാക്ഷി എന്നറിയപ്പെടാനാണ് മകൾക്ക് താല്പര്യമെന്ന് ഒരു അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞിരുന്നു. മകൾ മീനാക്ഷിയെ കുറിച്ച് ദിലീപ് പല അഭിമുഖങ്ങളിലും സംസാരിക്കാറുണ്ട്. മീനൂട്ടിക്ക് ഒരു ഉപദേശവും കൊടുക്കാനാകില്ല. ഞാൻ അമ്മാതിരി തോന്നിയവാസം കാണിച്ചിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ എന്റെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് ഉപദേശിക്കാനൊന്നും സാധിക്കില്ല. മീനാക്ഷിയോട് ശരിയാണോ തെറ്റാണോ എന്നേ പറയാൻ പറ്റൂ. അല്ലാതെ ഇന്നയാളെ വിവാഹം കഴിക്കാനേ പറ്റുള്ളൂ എന്നൊന്നും എനിക്ക് പറയാനാകില്ല. മീനാക്ഷി എന്റെ സുഹൃത്താണ്. അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാം. അല്ലാതെ കമാൻഡ് ചെയ്യാൻ പറ്റില്ല. എന്റെ അച്ഛന് എന്നെ അഭിഭാഷകനാക്കാനായിരുന്നു താല്പര്യം. പക്ഷേ ഞാൻ വേറെ വഴിക്കല്ലേ പോയത്. മീനാക്ഷി ഇപ്പോൾ പഠിക്കുകയാണ്. അവൾ ഡോക്ടർ ഡിഗ്രി എടുത്തിട്ടുണ്ട്. ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. മീനൂട്ടി +2 പഠിക്കുമ്പോഴാണ് അവളെ ഏറ്റവും വലിയ പ്രശ്നം അഭിമുഖീകരിച്ചത്. എനിക്ക് അവളോടുള്ള ബഹുമാനം എന്തെന്നാൽ ആ സമയത്താണ് അവൾ നല്ല മാർക്കോടുകൂടി പാസ്സായത്. 1 വർഷമാണ് നീറ്റിന് വേണ്ടി പഠിക്കേണ്ടത്. 3 മാസം ക്രാഷ് കോഴ്സ് ചെയ്ത് അവൾ എൻട്രൻസ് പാസ്സായി. അവൾക്കറിയാത്ത വഴിയിലൂടെയാണ് പോയത്. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, പോയി നോക്കെന്ന് ഞാൻ പറഞ്ഞു. പതുക്കെ പരീക്ഷകളൊക്കെ പിടിക്കാൻ തുടങ്ങി. ഒരിക്കൽ പോലും അവളോട് പഠിക്കെന്ന് പറയേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം അവൾ സർജറി ചെയ്യുന്ന ഫോട്ടോ ഇട്ടു. അതൊക്കെ കാണുമ്പോൾ അഭിമാനമാണ്. എന്റെ മകൾ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഏതൊരു അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നമാണ് മക്കൾ. നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടി. ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞ ശേഷം മകൾ മീനാക്ഷി ദിലീപിനൊപ്പമാണുള്ളത്. പിന്നീട് ഒരിക്കൽ പോലും മഞ്ജുവിനെയും മകളെയും ഒരുമിച്ച് ആരാധകർ കണ്ടിട്ടില്ല. പൊതുവേദികളിൽ എത്താറുണ്ടെങ്കിലും മാധ്യമങ്ങളോടൊന്നും മീനാക്ഷി സംസാരിക്കാറില്ല. സിനിമയിൽ എത്തിയില്ലെങ്കിൽ പോലും നിരവധി ആരാധകരാണ് ഇന്ന് മീനാക്ഷിക്കുള്ളത്.